ദൈവത്തിന് സ്തുതി. പ്രഭാതകരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2120. ഇന്ന് ഒക്ടോബർ മാസം 20-ാം തീയതി 293-ാമത്തെ ദിവസത്തിലെത്തി. ഓരോരുത്തരും എപ്പോൾ വേണമെങ്കിലും മടങ്ങേണ്ടതാണ്. ഒരു മുടക്കവും വരത്തില്ല. നമുക്കത് തടയാൻ പറ്റില്ല. എന്നാൽ നമ്മളതെപ്പോഴോ മറന്നു കളഞ്ഞവരാണ്, അല്ലെങ്കിൽ ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവർ. അതുകൊണ്ട് നല്ലതൊക്കെ നൽകാനായിട്ട് നമ്മൾ ഇപ്പോഴും ശ്രമിക്കുന്നില്ല, കാത്തിരിക്കുകയാണ്. നാളെ നീളെ ഏറെ ദീർഘമായി എല്ലാം ഉണ്ടല്ലോ എന്നാണ്. ക്രിസ്തുവേശു പോലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തനിക്കും കടന്നു പോകേണ്ടതാണ് എന്ന്. മാത്രമല്ല, കുഞ്ഞുങ്ങളെ, ഞാനിനി അല്പസമയം മാത്രമേ നിങ്ങളോട് കൂടെ ഇരിക്കുന്നുള്ളൂ എന്നും പറയാനായിട്ട് യേശു ശ്രമിക്കുന്നുണ്ട്. നമ്മളത് വായിച്ചിട്ടുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. എവിടെയാണെന്ന് പറയുന്നില്ല, ഒന്ന് കണ്ടെത്താൻ പറ്റുമോ? കുറച്ച് സമയം കൂടി, അല്പനേരം കൂടി ഉള്ളൂ ഞാൻ നിങ്ങളോടൊപ്പം. നിങ്ങൾ എന്നെ അന്വേഷിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് തൽക്കാലം വരാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നത് ആരാണ്, എപ്പോഴാണ്? തികച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. മടങ്ങേണ്ട നേരം തൊട്ടടുത്തെത്തി എന്ന് ബോധ്യമുള്ള ഒരാളാണ്. കടന്നു പോകേണ്ടവരാണ് എന്നുള്ള ധാരണയിൽ ഇനിയുള്ള ജീവിതകാലത്തെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റുമോ? പലർക്കും സ്നേഹം പുറത്ത് കാണിക്കാൻ പോലും മടിയാണ്. ചിലർ പറയും, സ്നേഹം ഉള്ളിലാണ്, പുറത്ത് കാണിച്ചാൽ, പ്രകടിപ്പിച്ചാൽ അവർക്ക് വല്ലാതെ വഷളായി പോകുന്നേ. അങ്ങനെ ഉള്ളിൽ വെച്ച് ഇതിങ്ങനെ ഒതുക്കുവാണ്. സ്നേഹം കിട്ടാത്തതിന്റെ പരാതികൾ പലരും പറയുമ്പോൾ സ്നേഹം കൊടുക്കാത്തതിന്റെ കാരണം എന്തായിരിക്കാം? കുറെ കൂടി ഹൃദ്യമായി ജീവിപ്പാനായിട്ട് വളരെ പരിമിതമായ നേരവും കാലമേ ഒരുപക്ഷെ അവശേഷിച്ചിട്ടുള്ള ഓരോരുത്തർക്കും. അല്പസമയം മാത്രമാണ് എനിക്കും ഈ ഭൂമിയിലുള്ളതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, അങ്ങനെ ഒരു വെളിപാട് കിട്ടിയാൽ എന്തുമാത്രം ആർത്തിയോടുകൂടിയായിരിക്കും ഞാൻ സ്നേഹിക്കുക, ഇടപെടുക. ആ ഒരു ധാരണയിൽ അവിടെ നിന്നൊരു ജാഗ്രത രൂപപ്പെടേണ്ട ആവശ്യമാണ്. ആ ജാഗ്രതയിൽ നിന്ന് നല്ലൊരു ധ്യാനത്തിലേക്ക് ഒരു പാത തെളിഞ്ഞു കിട്ടുന്നുണ്ട്. ഞാൻ അല്പസമയം മാത്രമേ നിങ്ങളോടൊപ്പം. കുറച്ചൊക്കെ തിടുക്കവും ആവശ്യമാണ്. ചിലതൊക്കെ തിടുക്കത്തിൽ ചെയ്തേ മതിയാവും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്രത്തോളം കാലം നമുക്കിവിടെ അനുവദിച്ചിട്ട് ഉണ്ടോ അറിയില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയോടുകൂടി ആമേൻ.